ഇന്ന് ബസിലിക്കയിൽ നടന്ന തിരുപ്പട്ട സ്വീകരണത്തെക്കുറിച്ച് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. വചനത്തിൽ പറയുകയാണ്, ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൽ 7 മുതൽ 9 വരെയുള്ള തിരുവചനത്തിൽ പറയുകയാണ്, പുരോഹിതർ പെരുകിയതോടൊപ്പം എനിക്കെതിരായുള്ള അവരുടെ പാപവും പെരുകി. അവരുടെ മഹിമ ഞാൻ അപമാനമായി മാറ്റും. എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. അവരുടെ തിന്മ അവർ അത്യധികം കാക്ഷിക്കുന്നു. പുരോഹിതനെ പോലെ തന്നെ ജനവും. അവരുടെ ദുർമാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും. അവരുടെ പ്രവർത്തികൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും. അതെ, ഇന്ന് ബസിലിക്ക അങ്കണത്തിൽ, ബസിലിക്കയുടെ അകത്തല്ല, ബസിലിക്കയുടെ അകത്ത് കുർബാന ചൊല്ലാൻ പാടില്ല എന്നുള്ള കോടതി നിയമം നിലനിൽക്കെ, അതായത് ഏകീകൃത കുർബാന അതിൻ്റേതായ ശരിയായ രീതിയിൽ ചെല്ലണമെന്ന് തന്നെയാണ് നമുക്ക് കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഉത്തരവ്. അതിനെ ലംഘിച്ചുകൊണ്ട് പല തോന്നിയ മാസങ്ങൾ അവിടെ ഇത്രയും നാൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെതിരായിട്ട് വിശ്വാസികൾ പ്രതികരിച്ചപ്പോൾ ഇപ്പോഴുള്ള വികാരിക്ക്, ഇപ്പം വികാരി എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് യാതൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അതിനായിട്ട് പുള്ളി പല കാഞ്ഞ വഴികളും കോടതി വഴി നോക്കിയെങ്കിലും കോടതി വളരെ കർശനമായിട്ട് തന്നെ, കർക്കശമായിട്ട് ഇവർക്കെതിരെ നിൽക്കുന്നത് കൊണ്ടും സത്യത്തിലും നീതിക്ക് എതിരെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടും ഇവർക്ക് ചെയ്യേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഒരു പന്തൽ കെട്ടിയിട്ട് ബസിലിക്കയുടെ അകത്തെ ഒരു സ്റ്റിൽ ഫോട്ടോ അതിൻ്റെ ബാക്ക്ഡ്രോപ്പായിട്ട് വെച്ച് ബസിലിക്കയിലാണ് കുർബാന നടക്കുന്നതെന്നുള്ളൊരു പ്രതീതി മറ്റുള്ള സാധാരണ ജനത്തിനെയും റോമിനെയും കബളിപ്പിക്കത്തക്ക വിധത്തിൽ ഇവർ പ്രവർത്തിച്ചുകൊണ്ട് 13 ഡീക്കന്മാർക്ക് പട്ടം കൊടുത്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 13 ഡീക്കന്മാരുടെ അച്ഛനന്മാരുടെ മാതാപിതാക്കളോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അതെ, പട്ടം കിട്ടണവരെ ഞങ്ങൾക്ക് നിങ്ങളെയൊക്കെ അനുസരിക്കേണ്ടതുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഉപദേശിക്കാൻ ആൾക്കാരുണ്ട്. അതായത് കുറേയും കൂടെ ഒരു എന്താ പറയുക, വിഷം ചുറ്റുന്ന പാമ്പുകളെ പിന്നെയും സൃഷ്ടിക്കുകയാണ് ഇവർ. സൃഷ്ടിച്ച് എല്ലാ കൊല്ലവും ഇതിങ്ങനെ വിടുകയാണ്. ഓരോ മുട്ടയും പൊട്ടിച്ച് ഓരോന്നിനെയും സഭയ്ക്കെതിരെ കളിക്കാനായിട്ട് അനുസരണക്കേടിൻ്റെ അരൂപികളെ പിന്നെയും ഊട്ടി വളർത്തുകയാണ്, പാലൂട്ടി വളർത്തുകയാണ് പാമ്പ്ലാനി പിതാവും തട്ടിൽ പിതാവും കൂടെ. അതിന് നേതൃത്വം വഹിക്കാൻ ബാക്കി പിതാക്കന്മാരും സിനഡിലും അവർ വായ അടച്ച് നിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് ഇടയന്ത്രത്തെ പിതാവിൻ്റെ പൈസയാണ്, അതാരും മറക്കുകയും വേണ്ട. അപ്പോൾ ഇതുപോലെ തോന്നിവാസം കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ജനതയെ പറ്റിച്ച് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഈ സഭാ നേതൃത്വത്തിനോട് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? കാരണം ഇത്രയ്ക്കും നീചമായിട്ട് ഒരു പരിശുദ്ധ കുർബാനയ്ക്ക്, തിരുപ്പട്ടത്തിൻ്റെ ആ ഒരു വലിയൊരു കൂദാശയെ ഇത്രയും അവഹേളിക്കുക, അതുപോലെ പുരോഹിതന്മാരുടെ വിശുദ്ധി മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയാണ് സങ്കീർത്തി വച്ചിരിക്കുന്നതും. അവർ ബലി കഴിയുമ്പോൾ അവരുടെ വസ്ത്രം അവിടെ അഴിച്ചു വെക്കട്ടെ, സോ ദാറ്റ് പരിശുദ്ധി മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കട്ടെ. അപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിലും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ ഒരു വലിയ പരിശുദ്ധി, വിശുദ്ധി അവരുടെ വസ്ത്രത്തിലേക്ക് വന്ന് വീഴുന്നുണ്ട്. അതിനെപ്പോലും മാനിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത ഈ സഭാ നേതൃത്വത്തിനോട് നമ്മൾ എന്താണ് പറയേണ്ടത്? എങ്ങനെയാണ് ഈ സഭയെ നശിപ്പിക്കാൻ ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്? അതുകൊണ്ട് വിശ്വാസി സമൂഹമേ, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ വളരെ വേദനാജനകമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുമല്ല, നമ്മൾ നമ്മുടെ ആത്മാവിന് വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും സഭാ നേതൃത്വത്തിനോട് ശരിയായ തിരുക്കർമ്മങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും, അല്ലാതെ അമേരിക്ക പോയെന്നും അമേരിക്കയിലെ ഫുഡ് അങ്ങനെയായിരുന്നു എന്നും എയ്റോപ്ലെയിൻ്റെ വീലിൻ്റെ ഭംഗിയോ അല്ല നമ്മൾ നേതൃത്വ നിരയിൽ നിന്ന് നമ്മൾക്ക് കേൾക്കാനുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ശക്തമായിട്ട് കർത്താവിൻ്റെ കൂദാശകൾ തരാനുള്ളൊരു നേതൃത്വ നിരയെ മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എല്ലാ സഭാവിശ്വാസികളും ഉറച്ച് തീരുമാനിച്ച് അത് പ്രഖ്യാപിക്കട്ടെ. ഈ സഭാ നേതൃത്വത്തിൻ്റെ കണ്ണും കാതും തുറക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് യത്നിക്കാം. നമ്മുടെ കുടുംബങ്ങളുടെ ആ ഒരു പുരോഗതിക്കായിട്ട്, ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കായിട്ട്, ഇപ്പം ആത്മീയമായിട്ട് അധോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ സഭാ നേതൃത്വത്തിനെതിരായിട്ട് നമ്മൾ വന്ന് ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് ഇവർക്കെതിരെ നമ്മൾ സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.